ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ കുഞ്ഞിനെ ചരടൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയ് പറയുന്നുണ്ട്, ഇനി മനുവേട്ടൻ കുഞ്ഞിന് കണ്ടുവച്ച ആ പേര് വിളിക്കും മനുവേട്ട എന്ന് പറയുകയാണ്. അങ്ങനെ മനോഹർ പറയാണ്, എന്തായാലും എനിക്ക് കൺമണി എന്നുള്ള പേര് തന്നെയാണ് ഇഷ്ടം, പക്ഷേ സ്കൂളിൽ ചേർത്തുമ്പോൾ ആ പേരൊന്നും പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് രാഹുലിൻ്റെയും ശാരിയുടെയൊക്കെ മുഖമൊക്കെ വീർത്തിങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ. അങ്ങനെ എൻ്റെ ആദ്യത്തെ അക്ഷരവും അതുപോലെ സരവിൻ്റെ സായും ചേർന്നിട്ടൊക്കെയാണ് ഞാൻ പേര് കണ്ടെത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞ് മാനസ എന്ന് 3 പ്രാവശ്യം കുഞ്ഞിൻ്റെ ചെവിട്ടിൽ അങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ സരവിന് അത് ഭയങ്കര ഇഷ്ടമായി. സരവി പറയുന്നുണ്ട്, മാനസ നല്ല പേരാണ് മനുവേട്ട എന്തായാലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറയാണ്, മാനസ എന്നുള്ള എന്തിനാടാ നീ ആ മാ ചേർത്ത് നിന്റെ പേരിൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാരി പറയുന്നുണ്ട്, ആ മാ എപ്പോൾ വേണമെങ്കിലും മാഞ്ഞു പോകാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ആൻറ്റി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ ഇങ്ങനെ സരയും പറയുകയാണ്. അങ്ങനെ രൂപ കൊണ്ടുവന്ന മാലയ്ക്ക് കഴുത്തിലണിഞ്ഞു കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാലയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു 3-4 പവൻ്റെ മാലയുണ്ട്, ഇതെന്തായാലും കൈക്കലാക്കണം എന്നുള്ള രീതിയിലൊക്കെ മനോഹരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സരവി പറയുന്നുണ്ട്, ഇനി നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറയുമ്പോൾ കേക്ക് മുറിക്കല്ലോ, അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പായസം കൊടുക്കലല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് മുറിക്കാം ആൻറ്റി, കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതെന്തായാലും സിറ്റ് ഔട്ടിൽ നിന്ന് മുറിക്കാമെന്ന് പറയാണ്. വേറൊന്നല്ല, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണിയും കിരണിയൊക്കെ. അപ്പം അപ്പുറത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ ഹാപ്പി നൂലുകെട്ട് ഡേ എന്നൊക്കെയാണ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണല്ലോ കേൾക്കണം, അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം എല്ലാവരും കേക്കുമായിട്ട് സിറ്റ് ഔട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സിറ്റ് ഔട്ടിൽ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രൂപയെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. രൂപയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് മനോഹറും സരയുമാണ് ആ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ അത് നോക്കി നിൽക്കുന്നുണ്ട് കിരണൊക്കെ. അതിനുശേഷം കുഞ്ഞിന് നമ്മുടെ സരയു ശാരിക്കും രാഹുലിനും രൂപയ്ക്കൊക്കെ കേക്കൊക്കെ പങ്കിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ മോൻ്റെ ഇതിന് അമ്മയ്ക്ക് ഇവിടേക്ക് വരാൻ പറ്റിയില്ല, എന്തായാലും അവൾ ആ ഒരു അഹങ്കാരമാണ് കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം രൂപ പറയാണ്, എനിക്ക് എന്തായാലും അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അവർക്ക് സംശയമാവും എന്ന് പറയുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ആൻറ്റി എന്നും പറഞ്ഞ് സരി അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശനും അതുപോലെ തന്നെ വിക്രവും ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പ്രേതത്തിനെ കണ്ടിട്ട് പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മൂമ്മ കുറച്ച് ഉപ്പും മുളകൊക്കെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അച്ഛനെയും മകനെയൊക്കെ ഇങ്ങനെ, അതായത് പ്രകാശനെയും വിക്രത്തിനെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് കാർത്തിക വരുന്നത്. അങ്ങനെ കാർത്തികയെയും മോളെയും അവിടെ നിൽക്കും, മോളെയും ഒന്ന് ഒഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെയും ഒന്ന് ഒഴിഞ്ഞിട്ട് ഇതൊന്നും കൊണ്ട് അടുപ്പിലിട്ടിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അമ്മൂമ്മ. ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയാണ്, എന്താ സത്യത്തിൽ സംഭവിച്ചത്, ലക്ഷ്മി എന്ന് പറയുന്നത് തന്നെയാണോ കണ്ടത് അച്ഛനെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല എന്ന് പറയാണ്. അല്ല, അങ്ങനെ വരണമെങ്കിൽ അവരെന്താ മരിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാർത്തിക. അങ്ങനെയൊന്നുമില്ല മോളെ, എന്തായാലും നമുക്ക് കോടതിയിൽ അച്ഛൻ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അമ്മ ഇങ്ങോട്ട് വീടേക്ക് പാഞ്ഞെത്തും. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹമാണ്, അതിനുശേഷമാണ് നമുക്ക് സന്തോഷിക്കേണ്ടത്. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ വേറൊരിടത്ത് സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയാണ്. അതാരാണ് മോളെ എന്ന് ചോദിക്കുന്നു. ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് കാർത്തിക തൻ്റെ ഫോണിൽ കല്യാണിയും കിരണൊക്കെ കുഞ്ഞിൻ്റെ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരാഘോഷിക്കട്ടെ മോൾ, അവരാഘോഷിക്കട്ടെ, എന്തായാലും നമ്മൾക്ക് ഇതിനേക്കാളും ഗംഭീരമായിട്ട് ഓരോ ആഘോഷങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ആഘോഷിക്കണം. തന്നെയല്ല, വിക്രത്തിൻ്റെ വിവാഹം വേഗം നടത്തണം, എൻ്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന സമയത്ത് കാർത്തികയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ വിക്രത്തിൻ്റെ വിവാഹം മാത്രം, മോളുടെ വിവാഹവും നടത്തണം, രണ്ടുപേരുടെയും വിവാഹം ഒരു പന്തലിൽ വെച്ച് നടത്താം, ഒരു മണ്ഡപത്തിൽ വെച്ച് നടത്താം എന്നൊക്കെ ഇങ്ങനെ പ്രകാശനും പറയുകയാണ്. അങ്ങനെ കാർത്തിക അവിടെയൊന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശന് നേരെ രാജപ്പൻ്റെ അരികിൽ വന്നിട്ട് ഈ പ്രേതത്തിനെ കണ്ട കാര്യം പറയാണ്. രാജപ്പനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് വല്ല പ്രാന്തിൻ്റെ പ്രകാശ, നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് തോന്നിയതാവും. അങ്ങനെ ആ പ്രേതത്തിൻ്റെ വഴിക്ക് വിടണം, നീ എന്തായാലും നിനക്ക് കിട്ടാൻ പോകുന്ന സ്വത്തുക്കളും അതുപോലെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതൊക്കെ സ്വപ്നം കണ്ട് നീ മുന്നോട്ട് പോ, അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഇതൊക്കെ എന്തിനാ ആലോചിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാലേ എന്നിങ്ങനെ പ്രകാശം പറയണം. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യടാ, അതാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുന്നത്. വേറൊന്നല്ല, ഇവൻ്റെ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണല്ലോ വാങ്ങിയിട്ടുള്ളത്, അത് കിട്ടാനാണ് രാജപ്പൻ നിൽക്കുന്നത്.
അതിനുശേഷം കാണിക്കുന്നത് രാഹുലും അതുപോലെ തന്നെ ശാരിയും കിടക്കുകയാണ്. അപ്പം ശാരിയാണെങ്കിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ കണ്ണീര് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്, കരയുന്നുണ്ട്. അപ്പം രാഹുൽ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നീ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ബഗാസുരനല്ലേ, ദുഷ്ടനല്ലേ, നിങ്ങൾക്ക് എങ്ങനെ കിടന്നാലും ഉറക്കം വരുമല്ലോ, പക്ഷെ എനിക്കത് പറ്റില്ലല്ലോ എന്ന് ശാരി പറയുന്നുണ്ട്. അത് എന്തായാലും എൻ്റെ മകളുടെ ജീവിതം നശിച്ചു, എൻ്റെയും ജീവിതം നശിച്ചു എന്നൊക്കെ പറയാണ്. നീ ആ ഒരു കാര്യം പറയല്ലോ നീ. എന്തായാലും നമ്മുടെ മകളുടെ ജീവിതം സംരക്ഷിക്കണമെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല. ആ മനോഹർ ഇന്നല്ലെങ്കിൽ നാളെ മുങ്ങും. പിന്നെ അവൻ മുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവൻ പോലീസിന്റെ പിടിയിലാകും. അതെന്തായാലും ഒരു ദിവസം ഉണ്ടാവാൻ പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ അവൾക്ക് കിട്ടിയിട്ടുള്ള ആ കൺമണി എന്ന് പറയുന്ന കുഞ്ഞുണ്ടല്ലോ, അത് അവൾക്കൊരു ബാധ്യത മാത്രമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ നമുക്ക് ഒഴിവാക്കണം. നീ അതിന് എൻ്റെ കൂടെ നിൽക്കോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ ഈ കണ്ട കാലം മുഴുവനും ചെയ്തത് മുഴുവൻ അബദ്ധമാവുകയാണ്, വല്ല വയ്യാവേലിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പറയാണ്, അല്ല, ആ കുഞ്ഞിനെ നമുക്ക് ഒഴിവാക്കണം, കൊല്ലൊന്നും വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുക്കാം, അങ്ങനെ ചെയ്യാൻ നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യ്, എന്തായാലും ഞാനിനി ആ കുഞ്ഞ് സരയുവിൻ്റെ കൂടെ ഇല്ലാതിരിക്കുക തന്നെയാണ് നല്ലത്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ, ഞാൻ കൂടെ നിൽക്കാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശാരി. അങ്ങനെ ഒരു ഭാഗമാണ് അവസാനത്തെ ഭാഗമായി കാണിച്ചിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്